നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ദേഷ്യം വന്നാൽ ആരോട് എന്താണ് പറയുന്നതെന്നൊന്നും അദ്ദേഹം ശ്രദ്ധിക്കാറില്ല. തനിക്ക് വായി തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അത് വിളിച്ചു പറയുക എന്നുള്ളത് പണ്ട് മുതലേ ട്രംപിൻ്റെ ഒരു രീതിയാണ്. പലപ്പോഴും സഭ്യമല്ലാത്ത ഭാഷയിൽ പോലും അദ്ദേഹം രാഷ്ട്രത്തലവന്മാരോടും മറ്റും സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത ഞെട്ടിപ്പിക്കുന്നതാണ്. ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ സ്വന്തം സഖ്യകക്ഷിയായ ഒമാന് നേർക്ക് ഉയർത്തുന്ന ഭീഷണിയാണ് വാർത്തകൾ നിറയുന്നത്. അദ്ദേഹം പറയുന്നത് ഹോർമൂസ് കടലെടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇറാനുമായി അമേരിക്ക ചർച്ച നടത്തുന്നുണ്ട്, സമാന്തരമായി ഒമാനും ചർച്ച നടത്തുന്നുണ്ട്. എന്നാൽ ഒമാനും ഇറാനുമായി ഏതാണ്ട് ധാരണയിലെത്തിയതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത്. എന്നാൽ ട്രംപ് പറയുന്നത് ഈ ധാരണ അമേരിക്കയുടെ താല്പര്യങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഹനിക്കുന്ന തരത്തിലാണ് എങ്കിൽ ഒരു സംശയം വേണ്ട, ഒമാനിൽ തങ്ങൾ ബോംബിടും എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഭീഷണി മുഴക്കുന്നത്. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഈ ഒരു ഭീഷണി മുഴക്കിയിരിക്കുന്നത്. എല്ലാ കാലത്തും അമേരിക്കയൊപ്പം നിന്ന സഖ്യ രാജ്യമായ ഒമാനെ നേർക്ക് ബോംബ് ഇടും എന്ന് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തുമ്പോൾ അത് ഈ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെ ഏതൊക്കെ രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ആശങ്കയോടെ ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ 6 മാസത്തോളമായി ഹോർമൂസ് കടലെടുക്ക് അടഞ്ഞു കിടക്കുകയാണ്. ലോകത്തെ 1/5 എണ്ണ ഉൽപ്പന്നങ്ങളും കടന്നു പോകുന്നത് ഇതുവഴിയാണ്. എന്നാൽ ഇപ്പോൾ യുദ്ധം വന്നതോടുകൂടി ഇക്കാര്യത്തിൽ വലിയ തോതിലുള്ള പ്രതിസന്ധിയാണ് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ നേരിടുന്നത്. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾക്ക് ഇതും വലിയൊരു ബുദ്ധിമുട്ടായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിലാണ് അമേരിക്ക ഇറാനുമായി നടത്തുന്ന ചർച്ചകൾക്ക് പുറമെ ഒമാൻ മുൻകൈ എടുത്തുകൊണ്ട് അവരും ചർച്ചകൾ നടത്തുന്നത്. ഒമാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ പലതവണ ഒമാനിലേക്ക് നേരത്തെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. പൊതുവെ സമാധാനപരമായി ജീവിക്കുന്ന രാജ്യമാണ് ഒമാൻ. അവിടേക്ക് ഇത്തരത്തിലുള്ള ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം ഉണ്ടാകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഒമാൻ കൂടി മുൻകൈ എടുത്തുകൊണ്ട് ഈ ഹോർമൂസ് കടലിടുക്ക് പ്രശ്നത്തിൽ ഒരു ധാരണയിലെത്താൻ ഇറാനുമായി ചർച്ച നടത്തുന്നത്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് എന്ത് സംഭവിച്ചാലും അതൊക്കെ താൻ വഴിയായിരിക്കണം പോകേണ്ടത്, അല്ലെങ്കിൽ താൻ തന്നെ നിയന്ത്രിക്കും, താൻ തീരുമാനിക്കും എന്നുള്ള ഒരു നിലപാടുകാരനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരു പക്ഷേ ഒമാൻ ഇറാനും നടന്ന ചർച്ചകളോട് അദ്ദേഹത്തിന് കടുത്ത വിയോജിപ്പാണുള്ളതെന്ന് ഇപ്പോൾ അദ്ദേഹം നടത്തിയ ഈ ഒരു ഭീഷണിയിലൂടെ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നു. ഹോർമൂസ് കടലിടുക്ക് ഇനിയും അടഞ്ഞു കിടക്കുകയാണെങ്കിൽ അത് ലോകത്തെ വിവിധ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിക്ക് അത് വഴിവെക്കും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് എങ്ങനെയെങ്കിലും ഹോർമൂസ് കടലിടുക്ക് ഒന്ന് തുറന്നു കിട്ടിയാൽ മതി എന്നുള്ള തലത്തിലേക്ക് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളും എല്ലാം തന്നെ എത്തുന്നത്. അതിനെ എല്ലാവരും കൂടി ചേർന്ന് മധ്യസ്ഥനായി നിയോഗിച്ചിട്ടുള്ള ഒമാനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഇതിന് പരിഹാരം കാണാൻ ശ്രമിക്കുമ്പോഴാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള വലിയൊരു ഭീഷണി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പല ഗൾഫ് രാജ്യങ്ങളും നിലവിൽ ഇറാൻ്റെ ആക്രമണത്തിന് വിധേയരായവരാണ്. കാരണം ഗൾഫ് രാജ്യങ്ങളിലെല്ലാം തന്നെ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട്. അവിടേക്ക് നിരന്തരമായി ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്താറുമുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയെ തൽക്കാലത്തേക്ക് അവർക്ക് പിണക്കാനും പറ്റാത്തൊരവസ്ഥയിലാണ്. കാരണം ഈ ഒട്ടുമിക്ക ഗൾഫ് രാജ്യങ്ങളുടെയും സുരക്ഷ നോക്കുന്നത് അമേരിക്കയാണ്. ഈ രാജ്യങ്ങളൊക്കെ തന്നെ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട്. എന്നാൽ ഈ സൈനിക താവളങ്ങളെല്ലാം തന്നെ ഈ ഗൾഫ് രാജ്യങ്ങൾക്കെല്ലാം തന്നെ വലിയൊരു ബാധ്യതയായി മാറുന്നതായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഭീഷണിയായി മാറുന്നതായിട്ടാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇറാൻ കൃത്യമായി ഗൾഫ് രാജ്യങ്ങളിലേക്ക് നടത്തുന്ന ആക്രമണങ്ങളിൽ അമേരിക്കൻ സൈനിക താവളങ്ങളാണ് അവരുടെ ലക്ഷ്യമെങ്കിൽ പോലും മറ്റ് പല സ്ഥലങ്ങളിലേക്കും ഈ മിസൈലുകളും ഡ്രോണുകളും വന്ന് പതിച്ച് വലിയ തോതിലുള്ള ആൾനാശവും മറ്റ് കെട്ടിടങ്ങളൊക്കെ തന്നെ തകർന്നതുമായ സംഭവങ്ങളുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എത്രയും വേഗം ഇതിന് ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അതിരൂക്ഷമായ ഒരു സ്ഥിതി ഉണ്ടാകുമ്പോൾ ട്രംപ് പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു ഭീഷണിയുമായി രംഗത്തെത്തുന്നത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇറാനുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. നേരത്തെ തുർക്കിയിൽ നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പോയ ഡൊണാൾഡ് ട്രംപ് ഇറാൻ്റെ മിസൈൽ ആക്രമണത്തെ ഭയന്നൊടുവിൽ വിമാനം മാറി മറ്റൊരു ചെറുവിമാനത്തിൽ രക്ഷപ്പെട്ട കഥയൊക്കെ ഇപ്പോൾ പുറത്തു വന്ന ഒരു സാഹചര്യത്തിൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇറാനോടുള്ള അദ്ദേഹത്തിൻ്റെ പക വീണ്ടും വീണ്ടും കൂടുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ 60 ദിവസമായി തുടരുന്ന ഇറാനുമായുള്ള ധാരണ ഇന്നലെ അവസാനിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇനി അങ്ങോട്ട് ഈ ധാരണ ഇല്ല എന്ന് ട്രംപ് പ്രഖ്യാപിച്ചതിൻ്റെ അർത്ഥം ഇറാനുമായി വീണ്ടും അമേരിക്ക യുദ്ധത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ്. ഇറാൻ തന്നെ വധിക്കാനായി നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നും ഇറാൻ്റെ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് IRGC അതിൻ്റെ നേതാക്കളെല്ലാം തന്നെ തങ്ങളുടെ പഴയൊരു മേധാവിയെ വധിച്ചതിൻ്റെ പ്രതികാരം വീട്ടാനായി ട്രംപിനെ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇതിനുള്ള നീക്കങ്ങൾ അവർ പലതവണ നടത്തി എന്നാണ് ഇസ്രായേൽ ചാരസംഘടന മൊസാദ് അമേരിക്കയെ അറിയിച്ചത്. ആദ്യമല്ല ഈ റിപ്പോർട്ടുകൾ തള്ളിക്കളഞ്ഞ ട്രംപ് പിന്നീട് മൊസാദ് പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കുറച്ചുകൂടെ സൂക്ഷിച്ചാണ് ജീവിക്കുന്നത്. യാത്ര ചെയ്യുന്നതെല്ലാം തന്നെ ഇതിൻ്റെ സുരക്ഷ കൂടുതൽ ശക്തമാക്കുന്ന തലത്തിലേക്ക് അത് മാറുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലൊക്കെ തന്നെയാണ് ഇറാനോടുള്ള ട്രംപിൻ്റെ പക വീണ്ടും വർദ്ധിക്കുന്നതും ഒരുപക്ഷെ ഈ ദിവസങ്ങളിൽ
വീണ്ടും ഒരു ആക്രമണം ഇറാനിലേക്ക് അമേരിക്ക നടത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് മുന്നോടിയായിട്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഒമാനെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു സന്ദേശം ഒരു പ്രധാനപ്പെട്ട മാധ്യമം വഴി പുറത്തുവിടാൻ ഡൊണാൾഡ് ട്രംപ് തയ്യാറായിരിക്കുന്നത്.